ഓവറിൽ ഒരു ലോഡ് വരുമ്പോൾ ട്രിപ്പാകുകയാണ്. ഒരു ലൈനിൻ്റെ കപ്പാസിറ്റിക്ക് വെച്ച് എത്രയോ കൂടുതൽ വരുമ്പോൾ വരികയാണ്. അതിൽ ഒരു പ്രധാന കാരണം നമ്മൾ ഇഞ്ചക്ഷൻ കുക്കർ മാർക്കറ്റിൽ തന്നെ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ വിറ്റുപോയ കാലമാണ്. AC ഏറ്റവും കൂടുതൽ വിറ്റുപോയ കാലമാണ്. അതേപോലെ വൈകുന്നേരം വന്ന് വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി എല്ലാവരും കൂടി ഒന്നിച്ച് വയ്ക്കുമ്പോൾ കൂടുതലാകുമ്പോൾ ഡ്രിപ്പാകുകയാണ്. ആ ഡ്രിപ്പാകലാണ് ഒരു പവർ കട്ടൊന്നുമല്ല. 5 മിനിറ്റോ 10 മിനിറ്റോ ഓഫാക്കി കഴിഞ്ഞാൽ അത് വീട്ടും. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ഇതെല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഇത് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷമാണ്. ഇപ്പോൾ രാത്രി 6 മണി തൊട്ട് 10 മണി വരെയായിരുന്നു. ഇപ്പോൾ 10 മണി തൊട്ട് 3 മണി വരെയാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത്. ശരി, മിനിസ്റ്റർ പറയുന്നു അത് ജനങ്ങൾ വലിയ രീതിയിൽ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്, അത് സമ്മതിച്ചു തരുന്നു, ഇതില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അതിശക്തമായി ചൂടായതുകൊണ്ട് എല്ലാ വീടുകളിലും, ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ AC ഉണ്ട്. അപ്പോൾ ഈ AC-യുടെ ഉപയോഗമൊക്കെ കൂടിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം. പക്ഷെ നോക്കൂ, നമുക്കറിയാം മഴ കുറഞ്ഞിട്ടുണ്ട്. വേനൽ മഴ പോലും മിനിസ്റ്റർ നമുക്ക് കാര്യമായി കിട്ടിയിട്ടില്ല. നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് വലിയ രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി കൂടാനാണോ സാധ്യതയുള്ളത്? നമ്മുടെ ഡാമിലെ ജലനിരപ്പൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് എത്ര ദിവസത്തേക്ക് കൂടി വലിയ തട്ടുമുട്ടുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത് മിനിസ്റ്റർ? ജൂലൈ ജൂൺ വരെ പോകാൻ സാധിക്കുന്നു. ജൂൺ 10-ാം തീയതി വരെ പോകാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏപ്രിൽ അവസാനമായി, മെയ്, ഒരു മാസം കൂടി വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. പക്ഷേ മിനിസ്റ്റർ നോക്കൂ, ഈ വേനൽ മഴ ഉടനെ ഒന്നും കിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചൂട് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് വൈദ്യുതി ഉപഭോഗവും വലിയ രീതിയിൽ ഉയർന്നിരിക്കും. അപ്പോൾ ഈ വേനൽ മഴ വൈകുമെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ ഇത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്നാണ് പറയുന്നത്, അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലേക്ക് തന്നെ പോയേക്കുമോ? വേനൽ മഴ കിട്ടിയതുകൊണ്ട് മാറിയില്ല, കുറച്ച് മഴ പെയ്യണമല്ലോ. ഒരു ഡാമിലേക്ക് ഒഴുക്ക് വരണ്ടേ? അതെ, വേണം, എന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ. അതല്ല, അത് ഞങ്ങളിപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് റെഗുലേറ്ററി കമ്മീഷൻ്റെ തീരുമാനമാവും എന്നാണ് പറയുന്നത്. അത് വന്നാൽ നമുക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. യെസ് മിനിസ്റ്റർ, നമ്മുടെ ഈ കേരളത്തിന്റെ ആവശ്യകതയിൽ ഒരു 30% മാത്രമാണല്ലോ ആഭ്യന്തര ഉൽപ്പാദനം. ബാക്കി 70% നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ ആഭ്യന്തര ഉൽപ്പാദനം, കേരളത്തിന്റെ വൈദ്യുതി ആഭ്യന്തര ഉൽപ്പാദനം എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സർക്കാരിന് അല്ലെങ്കിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഈ ഉൽപ്പാദനം ഉയർത്തുന്നതിൽ നമുക്ക് മുന്നിലുള്ള വലിയ രീതിയിലുള്ള വെല്ലുവിളിയുമുണ്ടോ? നമുക്ക് 3000 മെഗാവാട്ട് ഇല്ല, 3000 TMC വെള്ളമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് 300 TMC ഉള്ളൂ. നമ്മളൊരു പ്രോജക്റ്റ് വരാൻ നിങ്ങളെപ്പോലുള്ളവർ എന്നെ സമ്മതിക്കില്ല. അപ്പോൾ കാക്ക അങ്ങോട്ട് പോകാൻ തടസ്സം വരുന്നു പറഞ്ഞ് നിങ്ങൾ പ്രചരണം കൊടുക്കും, ആ പ്രോജക്റ്റ് നിൽക്കുന്നൊരു സ്ഥിതിയാണ്. ഇപ്പോൾ തന്നെ 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലമായിട്ടുള്ള 3 പ്രോജക്റ്റ് ഇപ്പോൾ 170 മെഗാവാട്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം തുടങ്ങി. അതിൽ അഭിമാനമുണ്ട്. ഹൈഡ്രൽ പ്രോജക്റ്റ് വളരെ ചുരുങ്ങിയ ചിലവിൽ കിട്ടാനും ഒക്കെ ധാരാളം സാധ്യതയുള്ളതാണ്. അത് തുടങ്ങാൻ പരിസ്ഥിതിക്കാരൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് സമ്മതിക്കില്ല. ഇതാണ് സ്ഥിതി. പള്ളിക്ക് ഡാം വേണ്ട. ഡാം അതിൻ്റെ മുകളിൽ നിന്നുള്ള ടൈലൻ്റ് വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്. വളരെ ചീപ്പായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ജനങ്ങളെതിർത്താൽ നമ്മളെന്ത് ചെയ്യും? അല്ല, ആർക്കും ഒരാൾക്ക് അഭിപ്രായം അതല്ലാതെ തന്നെ ഏതെല്ലാം ഇപ്പോൾ കുരിയാർകുറ്റി മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് പരിസ്ഥിതിക്കാർ നിർത്തിയത്. അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയുടെ 2ാം ഘട്ടം അത് തുടങ്ങാൻ സമ്മതിക്കില്ല. നമുക്ക് വാങ്ങി വിൽക്കണം, നമുക്ക് വാങ്ങി എല്ലാം വിൽക്കണം, നമ്മളിവിടെ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിസ്റ്റർ പറയുന്നത് നമുക്ക് ആഭ്യന്തര ഉൽപ്പാദനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും, അതിനുള്ള ചുറ്റുപാടും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പരിസ്ഥിതിവാദം ഉന്നയിച്ച് ഈ ജലവൈദ്യുത പദ്ധതികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതാണ് വലിയൊരു പ്രതിസന്ധിക്ക് കാരണമെന്നാണോ? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ 147 TMC ഉണ്ട് കാവേരിയിൽ. നമുക്ക് 30 TMC തന്നെ നമുക്ക് അനുവദിച്ചും ചെയ്യാൻ സമ്മതിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? 147 കർണാടകയും തമിഴ്നാടും കൊണ്ടുപോയി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു, അവർ വെള്ളം കൊടുക്കുന്നു. പറമ്പിക്കുളത്ത് നിന്ന് 40 TMC പോകണം.
മുല്ലപ്പെരിയാറിൽ നിന്ന് 41 TMC പോകണം. നമ്മൾ വെള്ളവും കൊടുത്ത് ഇലക്ട്രിസിറ്റിയും കൊടുത്തു മുല്ലപ്പെരിയാറിൽ. ശരി ശരി മിനിസ്റ്റർ, ഒരേ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും നമ്മൾ പുറത്തുനിന്ന് പണം കൊടുത്ത് വാങ്ങുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അധിക ബാധ്യത തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച്, KECBയെ സംബന്ധിച്ച്. അപ്പോൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ ബാധ്യത, അധിക ബാധ്യത ജനങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരില്ലേ? വലിയ ഒരു നിരക്ക് വർധന ഈ വൈദ്യുതി ചാർജിന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ വരും മാസങ്ങളിൽ? അപ്പോൾ അത് ബാധ്യതയാകാൻ ഇപ്പോൾ നമുക്ക് കുറച്ച് ലാഭത്തിലാണ് പോണത്. ആ ലാഭം കമ്മിയാക്കിയിട്ട് അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ശരി ശരി ശരി, നന്ദി മിനിസ്റ്റർ. എന്തായാലും ഈ തിരക്കിട്ട സമയത്ത് മീഡിയ വണിനൊപ്പം തത്സമയം ചേരുന്നതിന് വളരെയധികം നന്ദി. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട്, പക്ഷേ മന്ത്രി തിരക്കിലാണ് എന്നറിയാം. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകും.